ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രേസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ ടൊയോട്ട ടൈസറാണ്. ഫ്രോൺസിൻ്റെ തന്നെ ഒരു റീബാഡ് വേർഷൻ ആണെന്നുള്ള കാര്യമൊന്നും ഞാൻ ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ ടൈസറിനെ ഫ്രോൺസിൻ്റെ ഒക്കെ ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്നൊക്കെ ഞാൻ രണ്ട് വാഹനത്തിൻ്റെ ഒരേ എഞ്ചിനും ഒരേ ട്രാൻസ്മിഷൻ ഓപ്ഷനുള്ള വാഹനമാണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്തത്. കാരണം ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വിത്ത് ഒരു 1 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ. പിന്നീട് ഒരു എഞ്ചിൻ ഓപ്ഷൻ ഫ്രോൺസിനുള്ളത് അല്ലെങ്കിൽ ടൈസറിനുള്ളത് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. നമ്മൾ ഗ്ലാൻസിലും ബെനലിലൊക്കെ കണ്ട ആ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. പിന്നീട് ഞാൻ ഇതുവരെ ഡ്രൈവ് ചെയ്യാത്തൊരു എഞ്ചിൻ ഓപ്ഷനും ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതൊരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വിത്ത് ഒരു 1 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ. ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ നിങ്ങൾക്ക് ആസ്വദിക്കണം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിലോട്ട് എത്താനുള്ള ബഡ്ജറ്റ് ഇല്ല, നിങ്ങൾക്ക് മാനുവൽ എഞ്ചിൻ തന്നെ മതി, അല്ല മാനുവൽ ട്രാൻസ്മിഷൻ തന്നെ മതി. പക്ഷേ എഞ്ചിൻ ടെർബോ വേണം. ആ ഒരു തേർഡ് ഗിയറിലൊക്കെ ഇട്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടെർബോ കിക്ക് കിട്ടണം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്ലഷർ എൻജോയ് ചെയ്ത് ഓടിക്കണം. നിങ്ങൾക്ക് ഒരു 10-11 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് ടൊയോട്ട ടൈസർ അഥവാ ഫ്രോൺസിൻ്റെ ടെർബോ മാനുവൽ ആയിരിക്കും. ഫ്രോൺസിൻ്റെ ടെർബോ മാനുവൽ നമ്മൾ ധാരാളം അന്വേഷിച്ചു, പക്ഷേ വണ്ടി കിട്ടാനായിട്ടില്ല, ഡ്രൈവിംഗ് വണ്ടി. പക്ഷേ ടൊയോട്ടയിൽ ടൈസറിൻ്റെ ഡ്രൈവ് വണ്ടി നമുക്ക് അവൈലബിൾ ആയി. അപ്പോൾ ഞാൻ മലയാളത്തിൽ യൂട്യൂബിൽ ഞാനൊന്ന് റെഫർ ചെയ്യാനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ പോലും എനിക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കിട്ടിയില്ല. കാരണം എല്ലാവരും ചെയ്തിരിക്കുന്നത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറിൻ്റെതും 1.2 ലിറ്റർ എഞ്ചിൻ്റെയൊക്കെ ആ ഒരു എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു 1 ലിറ്റർ 5 സ്പീഡ് മാനുവൽ ടെർബോ എഞ്ചിൻ വരുന്ന വേരിയൻറ്റിൻ്റെ റിവ്യൂ വളരെ കുറവാണ്. പിന്നീട് ഒരു ഓപ്ഷൻ ഉള്ളത് 1.2 ലിറ്റർ, ഞാൻ പറഞ്ഞ പോലെ ആ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തന്നെ ഒരു 5 സ്പീഡ് AMD ഗിയർ ബോക്സ് വരുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇതെല്ലാ ട്രാൻസ്മിഷൻ ഓപ്ഷൻസും എഞ്ചിൻ ഓപ്ഷൻസും ഒക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു 1 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനിൽ ഈ ഒരു 5 സ്പീഡ് മാനുവൽ ഓടിക്കുന്നത്. ഞാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി വേണം, തരക്കേടില്ലാത്ത മൈലേജ് കിട്ടണം, അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്നുണ്ട്. ഞാൻ ഈ 11 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടുമെന്ന് പറഞ്ഞ വേരിയൻറ്റിൽ തന്നെ ഓൾമോസ്റ്റ് ഈ കാണുന്ന നമ്മൾ ഈ എക്സ്റ്റീരിയറൊക്കെ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അലോയും DRലും അത്യാവശ്യം വേണ്ട ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കും, പെർഫോമൻസ് ലഭിക്കും, തരക്കേടില്ലാത്ത മൈലേജ് കിട്ടും, ടൊയോട്ടയുടെ ഉഗ്രൻ സർവീസ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയൊക്കെ നമുക്ക് അന്നേരം നല്ലൊരു ഓപ്ഷനാണ്. കൂടുതൽ ഞാൻ ഡിസൈൻ വൈസ് ഒന്നും വലിച്ചു വരെ പറയേണ്ട കാര്യമില്ല. 4 മാസം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇൻഡെപ്ത് റിവ്യൂ ഇട്ടാണ് 10,000-ലധികം പേര് കണ്ടും കഴിയും. എങ്കിലും നമുക്ക് ആ ഒരു മുറ അനുസരിച്ച് ഡിസൈൻ വൈസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പർട്ടിക്കുലർ മോഡൽ V ആണ് ഫുൾ ഓപ്ഷൻ. ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളൊക്കെ പൊതുവേ ഫുൾ ഓപ്ഷനാണ് കമ്പനി ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ഏതായിരിക്കും കസ്റ്റമേഴ്സ് എപ്പോഴും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ S+ എന്നുള്ള വേരിയൻ്റാണ്. നിങ്ങൾക്ക് അതിൽ തന്നെ 1.2 ലിറ്റർ മാനുവൽ അവൈലബിൾ ആണ്, 1.2 ലിറ്റർ വിത്ത് ഒരു 5 സ്പീഡ് AMD ഗിയർ ബോക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ, ഈ ഒരു ടെർബോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വേരിയൻറ്റ് മുതലാണ് S+, തേർഡ് വേരിയൻറ്റ് മുതൽ ആ ഒരു S+ൽ തന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന ടെർബോ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് പ്ലഷർ ആസ്വദിക്കണം, നിങ്ങൾക്ക് ഒരു 13 കിലോമീറ്ററൊക്കെ മൈലേജ് ആവറേജ് ഒരു ടെർബോ പെട്രോൾ എഞ്ചിനിൽ നിങ്ങൾക്ക് അത്രയും മൈലേജ് വേണം, കുറഞ്ഞ മെയിൻ്റെനൻസ് ആയിരിക്കണം, നല്ലപോലെ ഡ്രൈവിംഗ് പ്ലഷർ ആസ്വദിച്ച് ആ എന്തൂസിയാസമൊക്കെ ഹരം കൊണ്ട് ഓടിക്കണം. ആ തേർഡ് ഗിയറിലൊക്കെ ഇട്ടൊന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലൊക്കെ, ആ ഒരു കിക്ക്, ആ ടെർബോ കിക്കൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു വേരിയൻറ്റ് ഇത് തന്നെയാണ്. കാരണം 11 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ടെർബോ ചാർജ് എഞ്ചിൻ വരുന്ന 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിലോട്ട് എത്താനുള്ള ബഡ്ജറ്റും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മാനുവൽ ഗിയർ ബോക്സ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഈ കിടക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡലായിരിക്കും. ഇതിൻ്റെ തന്നെ S+ എടുത്താലും തരക്കിടില്ല, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കവറപ്പ് ചെയ്യുന്നുണ്ട്. കാരണം DRൽ വരുന്നുണ്ട്, അലോയിൽ വരുന്നുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആക്സറീസ് ചെയ്ത് ആഡ് ഓൺ ചെയ്ത് കൊണ്ടുനടക്കാവുന്ന കാര്യമുള്ളൂ. ഫുൾ ഓപ്ഷനിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ള കാര്യം പറയേണ്ടി വരും. ഇനി ഡിസൈൻ വൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനിത് ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്കിൽ കൂടി ഫ്രോൺസും ടൈസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഫ്രണ്ട് ഡിസൈനിലൊക്കെയാണ് കാര്യമായിട്ടുള്ള മാറ്റമുള്ളത്. കാരണം ഗ്രില്ല് യൂണിറ്റ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ടൊയോട്ടയുടെ ഒരു ഫേസ് കട്ട് കൊണ്ടുവരാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. ടൊയോട്ടയുടെ ബ്രഷ്ഡ് അലൂമിനിയം ലോഗോ കാണാം. പിന്നെ ഈ ഒരു DRL യൂണിറ്റ് അത് മൾട്ടി ഫംഗ്ഷൻ ആണ്, ഇൻഡിക്കേറ്ററായിട്ടും പ്രവർത്തിക്കും, DRL-ആയിട്ട് യൂണിറ്റ് ആയിട്ട് കൂടി പ്രവർത്തിക്കും. തൊട്ട് താഴെ നമുക്ക് സ്കിപ്പ് ലൈറ്റ് പോലത്തെ പോർഷനൊക്കെ കാണാം. അവിടെ ഒരു റെഡ് ലൈനൊക്കെ പോകുന്നത് ടെർബോ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ആ ഒരു സ്പോർട്ട്നെസ് കൊണ്ടുവരാനായിട്ട് കമ്പനി അവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഡ്യുവൽ ബാരൽ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം, അതും LED പ്രൊജക്ടർ ലാമ്പാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഈ ഒരു എലമെന്റ്സ് ഒക്കെ അത് ആക്സറൈസിന്റെ ഭാഗമായിട്ട് വരുന്നത്, ഇത് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കാണാം നമുക്ക് ഒരു SUV-യുടേതായ ഒരു ലുക്കാണ് ഫ്രണ്ടിലെങ്കിൽ, സൈഡിലോട്ട് വരുമ്പോൾ ഒരു ഹാച്ച് ബാക്കും ഒരു SUV ഒക്കെ ഒരു മിക്സഡ് ഡിസൈൻ എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു B പില്ലർ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു രൂപമാണ്, ഒരു കൂപ്പേ ഡിസൈൻ എന്നൊക്കെ പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഭംഗിയുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വീൽ ബേസും നഷ്ടപ്പെടുന്നില്ല, ഒരു ഹാച്ച് ബാക്കിൻ്റെ കംഫർട്ടും കിട്ടും, എന്നാൽ ഒരു SUV-യുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കിട്ടും, ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്തെ ഒരു SUV-യുടെ സ്റ്റാൻസും കിട്ടും. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ പോരെ. പിന്നെ ചുറ്റും ബോഡി ഗ്ലാഡിങ് അതും ഭംഗിയായിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ടിൻഡഡ് ഗ്ലാസും കാര്യങ്ങളും, കീലെസ് എൻട്രി, മിറർ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ,
പിന്നെ ഇവിടെ ടെർബോ എന്ന് നമ്മൾ ഹരം കൊള്ളിക്കുന്ന ഒരു ബാഡ്ജിങ് ഉണ്ട്. അത് ആക്സറീസ് ആണെന്നാണ് എൻ്റെ നിഗമനം, കാരണം ഫ്രോൺസിലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇവിടെ നമുക്കൊരു റെഡ് സ്കേർട്ടിങ് പോലുള്ള പോർഷനും ലോവർ ലിപ്പ് പോലത്തെ ഒരു പോർഷനും അതുമൊക്കെ ആക്സറീസിൽ വരുന്നതാണ്. പിന്നെ 16 ഇഞ്ച് വീൽസ് ആണ്, വളരെ പ്ലഷ് റൈഡ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നല്ല ആ ഒരു ഹാൻഡ്ലിംഗ് ആണെങ്കിലും സസ്പെൻഷൻ്റെ ഒരു ഗുണമാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡ്യുവൽ ടോൺ അലോയിലാണ്. കൃത്യമായിട്ട് ടയർ സൈസ് പറയുകയാണെങ്കിൽ 195, 60, 16 ഇഞ്ച് ടയർ പ്രൊഫൈലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസോട്ട് കിടക്കുകയാണെങ്കിൽ ഏകദേശം 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് കുണ്ടും കുഴിയും കേരളത്തിൽ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻ വെച്ച് എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കമ്പനി ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇനി റിയർ ഡിസൈനും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്റീരിയറിലെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. റിയർ ഡിസൈൻ കാണുമ്പോഴും അറിയാം ആ ഒരു കൂപ്പേ ഡിസൈൻ്റെതായ ഭംഗി, ആ ഫ്ലോട്ട് ചെയ്തിറങ്ങുന്ന ഗ്ലാസ് ഏരിയയും ഈ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റും അതും ഒരു രക്ഷയിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റിനകത്തുള്ള ഒരു ഇലിമിനേഷൻ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ടൈസറിലോട്ട് വരുമ്പോൾ ഫ്രോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത്. പിന്നെ അർബൻ ടൂൾസർ ടൈസർ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയോ ഡ്രൈവ് ടെർബോ എഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ്ങും ഫുൾ ഓപ്ഷൻ സൂചിപ്പിക്കുന്ന വി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ചെറിയൊരു കാർബൺ ഫൈബർ ഡിപ്പ് പോലത്തെ ഒരു പോർഷനൊക്കെ കാണാം. ആ സ്കിപ്പ് ലൈറ്റും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്ഷനാണ് തന്നെ ബാക്ക് വൈപ്പർ, റൂഫ് റെയിൽ, ഷാർഫിൻ ആൻറ്റിന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വിട്ടുപോകാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസും കൂടി നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാർസൽ ട്രേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയർ കയറിയിട്ട് അവിടെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ടൈസറിൻ്റെ ഇന്റീരിയറാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്രത്തോളം പ്രീമിയം ആയിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ളത് കാണാം. ഒരുപാട് എലമെന്റ്സ് ഒക്കെ നമ്മൾ ഗ്ലാൻസ് ചെയ്യേണ്ട ഫുൾ ഓപ്ഷനിൽ കണ്ടതാണെങ്കിൽ കൂടി ടൈസറിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള കളർ തീം ഇന്റീരിയറിന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആ ഒരു ബൾജിങ്ങും കാര്യങ്ങളും കുറേ കട്ടിങ് ക്രീസിങ് ഒക്കെ ആയിട്ട് ഫുള്ളൊന്ന് നിറഞ്ഞിരിക്കുന്ന ലുക്കുണ്ട്. നിറഞ്ഞിരിക്കുന്ന അത്രത്തോളം ഫീച്ചേഴ്സും ഉണ്ട്. കാരണം 2024 നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ 2025 ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൺറൂഫിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ആവശ്യമുള്ളതായിട്ടും തോന്നിയിട്ടില്ല. ആവശ്യമുള്ള എല്ലാ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 360 വ്യൂ, നല്ല കിട്ടില്ല ഒരു 9 ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഓട്ടോ ഡിമ്മിങ് മിറർ കാണാം. ബേസ് മുകളിലോട്ട് തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC നമുക്ക് അവൈലബിൾ ആണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, അതിൽ ഓഡിയോ കൺട്രോൾസും ക്രൂസ് കൺട്രോളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു മീറ്റർ കൺസോളും ഒക്കെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നടുക്ക് MIDയിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവിടെ ലഭിക്കും. പിന്നെ ഒരു HUD കാണാം, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അതിലും എല്ലാ ഇൻഫർമേഷൻസ്, സ്പീഡ്, RPM, ടൈം എല്ലാം അവിടെ കാണിക്കും. അപ്പോൾ നമ്മളൊരു ടെർബോ എഞ്ചിൻ്റെ ആ കിക്കൊക്കെ ആസ്വദിച്ച് നല്ല ഡ്രൈവിങ്, നല്ല ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോകേണ്ട കാര്യമില്ല, നേരെ റോഡിലോട്ട് തന്നെ കണ്ണു വെച്ച് ഓടിക്കാം. ഇതൊക്കെ ഫുൾ ഓപ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ മൊത്തം. പിന്നെ അതെ, ഇവിടെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, AC വെന്റിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കറിങ് അത് കമ്പനി ആക്സറീസ് വരുന്നതാണെന്ന് തോന്നുന്നു. ഒരു കാർബൺ ഫൈബർ ഫിനിഷ് അതുമൊക്കെ കൊള്ളാം. മിറേഴ്സും ഒക്കെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ കൊള്ളാം. ഇവിടെ നമുക്ക് മാപ്പ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സൺവൈസർ, അവിടെ മിററും ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റിൽ പോയിട്ട് അവിടുത്തെ കംഫർട്ട് ജസ്റ്റ് നോക്കാം. ഇവിടെ വയർലെസ് ചാർജിങ് ഉണ്ട്, അതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. സീറ്റും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. അപ്പോൾ അത്ര വിളി നമുക്ക് റിയർ സീറ്റ് നോക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ധാരാളം കോമ്പാക്ട് SUVs നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീൽ ബേസ് കൂടുതൽ എപ്പോഴും ഹാച്ച് ബാക്ക് ആയിരിക്കും, പ്രീമിയം ഹാച്ച് ബാക്ക് മോഡൽസ്. ഒരു സബ് 4 മീറ്റർ വണ്ടി നോക്കാൻ നേരത്ത് നല്ല ഇന്റീരിയർ സ്പേസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ കോമ്പാക്ട് SUVയിലോട്ട് പോലെ ഇതുപോലെ കൂപ്പേ വാഹനത്തിലോട്ട് പോകണം. അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ കാണിച്ചു തരാൻ. കണ്ട ഇത്രയധികം ലെഗ് സ്പേസ്, ഇത്രയധികം ഷോൾഡർ റൂം. പിന്നെ ഈ ഒരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് ഹെഡ് സ്പേസിൽ മാത്രമേ ജസ്റ്റ് ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തുള്ളൂ. പക്ഷേ കംഫർട്ടിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഒരു 6 ഫീറ്റിൽ താഴെയുള്ളവർക്കൊക്കെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് കംഫർട്ട്. കാരണം നല്ല തൈ സപ്പോർട്ട്, നല്ല കുഷനിങ്, നല്ലൊരു അത്യാവശ്യം തീരെ താന്നു പോകുന്ന വിൻഡോ അല്ല, അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നല്ല രസമുണ്ട്. റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ് പോർട്സ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, അതുകൊണ്ട് തന്നെ 3 പേർക്ക് പ്രോപ്പറായിട്ട് റിയർ സീറ്റിലിരിക്കാം. പക്ക ഒരു 5 സീറ്ററായിട്ട് തന്നെ ഈ ഒരു ടൈസർ നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവൻ്റെ മെയിൻ സംഭവമായിട്ടുള്ള ഡ്രൈവിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ടൈസർ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 ലിറ്റർ ടെർബോ ചാർജ് വിത്തൊരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നൊരു വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. പൊതുവേ ഇപ്പോൾ മാനുവൽസിൻ്റെ ഡിമാൻഡ്സ് ഒക്കെ പതുക്കെ കുറഞ്ഞു വരുവാണ്. കസ്റ്റമേഴ്സ് കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻസ് ആണ്. എനിക്കും പേഴ്സണലി നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ റോഡ് കണ്ടീഷനൊക്കെ വെച്ച് ഓട്ടോമാറ്റിക് വാഹനങ്ങളോടാണ് ഒരു ഇഷ്ടം കൂടുതൽ. കാരണം മാനുവൽ നമ്മൾ കുറച്ച് ഓടിക്കുമ്പോൾ മടുക്കും എന്നുള്ളൊരു ഫീല് തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഈ ഒരു ടെർബോ എഞ്ചിൻ്റെ ഒരു മാനുവൽ ഗിയർ ബോക്സ് ഓടിക്കാൻ നമ്മൾ വെറുതെ ആണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ഒന്നും ഡൗൺ ചെയ്യേണ്ടെങ്കിൽ പോലും ഒന്ന് ഡൗൺ ചെയ്ത് ഒന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് ആ ഒരു എന്തൂസിയാസം കൊണ്ട് ഡ്രൈവ് ചെയ്യാം, ആ ഒരു ഡ്രൈവിംഗ് പ്ലഷർ കംപ്ലീറ്റ് എൻജോയ് ചെയ്യാം. കാരണം ഒരു ഓട്ടോമാറ്റിക്കലി നമുക്കത് എത്രത്തോളം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ മാനുവൽ ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് ഗിയർ ഷിഫ്റ്റൊക്കെ ഒന്ന് ഡൗൺ ചെയ്ത് അപ്പ് ചെയ്ത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഭയങ്കരമാണ്. പിന്നെ പൊതുവേ മാനുവൽ വണ്ടി നമ്മൾ മടുക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ ക്ലച്ചിൻ്റെയൊക്കെ ടൈറ്റ്നസ് കൂടുതലാണ്. അത് പൊതുവേ മറ്റുള്ള ബ്രാൻഡ്സിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇതിൻ്റെ ക്ലച്ചൊക്കെ വളരെ ലൈറ്റാണ്, കാല് വെക്കുമ്പോൾ തന്നെ താന്നു പോകുന്നു.
പിന്നെ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. വളരെ ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്, വളരെ കൃത്യതയുള്ള ഗിയർ ഷിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു മടുപ്പില്ല നമുക്ക് ക്ലച്ച് ചവിട്ടാനും ഗിയർ മാറാനൊന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിലോട്ട് പോകാനുള്ള ബഡ്ജറ്റ് ഇല്ല, മാനുവലായാലും മതി എന്നുള്ള ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എൻജിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും. എന്തായാലും ജസ്റ്റ് ഇപ്പോൾ പെർഫോമൻസ് കാണിക്കാനാണെങ്കിൽ ജസ്റ്റ് നമ്മൾ റവ് ചെയ്തെടുക്കാനാണെങ്കിൽ ഒന്ന് റെഡ് ലൈൻ ചെയ്ത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഔട്ട് നമുക്ക് കിട്ടും. ആ ഒരു എഞ്ചിൻ്റെ കംപ്ലീറ്റ് ഔട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഓടിക്കാം. സെക്കൻഡ് ഗിയറിൽ തന്നെ വാഹനം 80 കിലോമീറ്റർ സ്പീഡ് കവർ ചെയ്തു. അപ്പോൾ അത്രത്തോളം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ് ഈ ഒരു 1 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ. അപ്പം യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു എഞ്ചിനാണ്. നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എഞ്ചിൻ ഓപ്ഷൻ കൂടിയുള്ള കാര്യം ആരും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ തേർഡ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഏകദേശം നിലവിലെ പ്രൈസ് 11 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10-11 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓൺ റോഡ് ഒരു SUV കൂപ്പേ വാഹനം, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ടൊയോട്ട ടൈസർ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അപ്പം ടൊയോട്ടയുടെ വാഹനങ്ങളെ ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിപ്പോൺ ടൊയോട്ട മറക്കണ്ട. കായംകുളത്ത്, നെട്ടൂരൊക്കെ ഷോറൂം അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തിന് ടെസ്റ്റ് ഡ്രൈവ് സംബന്ധിച്ചോ ബുക്കിംഗ് സംബന്ധിച്ചോ എന്ത് എൻക്വയറിക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.